അത് പ്രൂവ് ചെയ്യാൻ എന്റെ അടുത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട്. എന്ത് പ്രൂവ് ചെയ്യാൻ? നമ്മുടെ ജനറൽ ബോഡി വീഡിയോസ്. എങ്ങനത്തെ വാക്കുകൾ പറഞ്ഞുന്ന്. ഒരു സ്ത്രീ തനിച്ചൊരു സ്റ്റേജിൽ 6-7 മണിക്കൂർ ഈ മറ്റേ നമ്മളെ അശ്ലീല വാക്കുകൾ ബാബുരാജ്, ഇടവേള ബാബുവും സിദ്ദിഖയും മറ്റേ സുരേഷ് കൃഷ്ണയും മറ്റേ സാദിക്ക, പിന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പാഹാജ, പിന്നെ മജീദ് ക, പിന്നെ ആരാണ് മാല പാർവതി, മായ വിശ്വനാഥ്, എല്ലാരും പറയണ കാര്യങ്ങളെല്ലാം അത്ര ക്ലിയർ ആയ ഓഡിയോസും വീഡിയോസും ഉണ്ട് എന്റെ അടുത്ത്. അവർ എന്ത് പറയും അറിയാമോ? നിങ്ങൾ ആദ്യം പറയും ഞങ്ങൾക്ക് അമ്മയിലെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാജിവെച്ച ആള് പറയുന്നത് ഞാൻ രാജിവെച്ചിട്ടേ ഇല്ല, ഞാനിനി എന്റെ നിരപരാധിത്വം ഞാൻ തെളിയിച്ചതിന് ശേഷം മാത്രമേ ഞാനിനി പുറത്തു പോകൂ എന്നാണ് ശ്വേതാ മേനോൻ പറഞ്ഞിരിക്കുന്നത്. അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നു, അതിനുശേഷം ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് ഘോരം പ്രസംഗിച്ചിട്ട് ഇറങ്ങിപ്പോയി. എനിക്ക് മാന്യതയാണ് വലുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയത്. പക്ഷെ ഇപ്പം എവിടുന്ന് സ്ക്രൂ കിട്ടിയോ എന്ത് കിട്ടിയോ എന്ന് അറിയത്തില്ല. ഇപ്പൊ പറയുന്നത് ഞാന് രാജിവെച്ചിട്ടില്ല, ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിക്കാതെ ഞാൻ വെളിയിൽ പോകത്തില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ കണക്കിലെ ഒരു വൈരുദ്ധ്യമൊക്കെ വെളിയിൽ വന്നിരുന്നു. ഇനി അതുകൊണ്ടായിരിക്കാം ആ കണക്കിന് എങ്ങനെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുക്കണമല്ലോ. അതിനകത്ത് കയറി ഇരുന്നാലല്ലേ പറ്റൂ. വെളിയിൽ നിന്നൊരു കമ്മിറ്റി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ കണക്കുകളെല്ലാം പുറത്തു വരും. അതുപോലെ ആരൊക്കെയായിട്ട് ഡീൽ വെച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ പുറത്തു വരും. ആ പുറത്തു വരുന്നത് തടയാനായിരിക്കാം ഇത് ആരോ. ഞാൻ നേരത്തെ എന്റെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്റെ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ സംഭവിക്കുമെന്ന്. എന്ന് വെച്ചാൽ ഇതിന് പുറകിൽ ഒരു വലിയൊരു കോപ്പറേറ്റീവ് കമ്പനി തന്നെ കളിക്കുന്നുണ്ട് എന്നുള്ളൊരു സംശയം ഞാൻ പറഞ്ഞിരുന്നു. എന്തായാലും രമേശ് പിഷാരടിയോട് ഈ ശ്വേതാ മേനോൻ സംസാരിക്കുന്ന വോയിസ് ലീക്ക് ആയിട്ടുണ്ട്. ഇത് സത്യം എന്താണെന്ന് വെച്ചാൽ ഈ വോയിസ് ഒക്കെ ലീക്ക് ആവുന്നു എന്ന് പറഞ്ഞാൽ ഇതിപ്പം ശ്വേതാ മേനോനും പിഷാരടിയും കൂടെ സംസാരിച്ചതാണ്. ഈ വോയിസ് ലീക്ക് ആവണമെങ്കിൽ ഒന്നിൽ ശ്വേതാ മേനോൻ ലീക്ക് ആക്കിയിരിക്കണം, അല്ലെങ്കിൽ പിഷാരടി ലീക്ക് ആക്കിയിരിക്കണം. എങ്ങനെയാണെങ്കിലും ഈ സംഭവം ലീക്ക് ആയിട്ടുണ്ട്, ഇത് വെളിയിൽ വന്നിട്ടുണ്ട്. ആ വോയിസ് കുറെ നീളമുള്ള വോയിസ് ആണ്. അതിന് കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇവിടെ വെക്കാം, അതിനുശേഷം നമുക്ക് അതിനെ കുറിച്ച് പ്രതികരിക്കാം. എനിക്കിതിൽ നിന്ന് മനസ്സിലായത്, ഇന്നലെ ശ്വേതാ മേനോൻ മലക്കം പറയുന്നതൊക്കെ കണ്ടായിരുന്നു. ഞാൻ രാജിവെച്ചിട്ടില്ല, ഞാൻ അങ്ങനെ പുറത്തു പോയിട്ടില്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഞാൻ രാജിവെച്ചു എന്നാണ് പറഞ്ഞത്. അപ്പം ഇതെല്ലാം ജനങ്ങളെ നമ്മളെല്ലാവരും വിഡ്ഢികളാക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ശ്വേതാ മേനോൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ളൂ. ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് നെഞ്ചുറപ്പോട് കൂടി പറഞ്ഞ് ഇറങ്ങിപ്പോയ ആള് പിന്നീട് വന്നിട്ട് ഞാൻ രാജിവെച്ചിട്ടില്ലേ, ഞാൻ ഈ രാജിവെക്കത്തില്ലേ എന്ന് പറയുന്നതിന്റെ കുട്ടൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ ഒരു പുറകിൽ നിന്ന് ആരോ നല്ല സ്ക്രൂ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം. എന്തായാലും അൻസിബയും ലക്ഷ്മിപ്രിയമായിരുന്നു മെയിൻ വിഷയം എന്ന് നമ്മൾ കരുതിയെങ്കിലും അതൊന്നുമല്ല. അതിനകത്ത് കണക്കിലെ വൈരുദ്ധ്യവും, ഒരു കമ്മിറ്റി ആകുമ്പോൾ അതിന്റെ കണക്കുകൾ കൃത്യമായിട്ട് ആ കമ്മിറ്റിയെ അറിയിച്ചിരിക്കണം. പക്ഷെ ഇവിടെ കണക്കുകളൊന്നും കൃത്യമല്ല, അത് ചോദ്യം ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ അമ്മയ്ക്കകത്ത് അമ്മായിയമ്മ തല്ലായിരുന്നു മൊത്തത്തിൽ അന്നത്തെ ആ മീറ്റിംഗില്. അപ്പോൾ അൻസിബയുടെ വിഷയങ്ങൾ അതിനിടയിൽ വന്നിരുന്നു എന്ന് പറഞ്ഞാലും ആദ്യം മുതലേ അതിനകത്ത് കല്ലുകടിയായിരുന്നു ആ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ മുതൽ തന്നെ. എന്തായാലും ബാക്കി കൂടെ നമുക്ക് മീറ്റിംഗ് തുടങ്ങണേന് മുമ്പ് തന്നെ ബാബുരാജേട്ടൻ തുടങ്ങി. മീറ്റിംഗ് തുടങ്ങണേന് മുമ്പേ അതൊന്ന് ഞാൻ പറഞ്ഞു ഹലോ നമസ്കാരം എന്ന് പറഞ്ഞപ്പോ അതൊക്കെ ഒന്നുമില്ല, ഇത് ആവശ്യം നമുക്ക് ഇതിനൊന്നും നമ്മള് ജനറൽ ബോഡി അംഗീകരിക്കൂല ആദ്യം തന്നെ തുടങ്ങി. പിന്നെ ബാബുരാജേട്ടന്റെ ഓരോ വാക്കുകള്, സിദ്ദിഖാന്റെ ഓരോരോ വാക്കുകൾ, പിഷു വേറെ ഏത് സ്ത്രീ ആണെങ്കിലും മനസ്സിലായോ അത്ര നേരം നിൽക്കൂല. എനിക്ക് തൊലിക്കട്ടിയൊന്നുമില്ല. പക്ഷെ ഞാൻ എന്റെ കമ്മിറ്റീന് വേണ്ടിയിട്ട് അവിടെ നിന്നത് അമ്മ അസോസിയേഷൻ എന്ന് നമ്മളല്ലേ കുറച്ച് ആൾക്കാർ, ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ്. എത്ര മെമ്പേഴ്സ് എന്നെ വിളിച്ചു പറയോ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ശ്വേത സോറി എന്ന് പറഞ്ഞിട്ട് എത്ര മെമ്പേഴ്സ് വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞു ഇനി ഒരു സ്ത്രീക്ക് സാധനം കിട്ടുമോ, സ്ത്രീകൾക്ക് ഒരു എന്തെങ്കിലും ഉണ്ടോ, സ്ത്രീകൾക്ക് ഒച്ച ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ സ്ത്രീകൾക്ക് ഒച്ച ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഇനി ഒച്ച ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മിണ്ടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത്. സ്ത്രീകൾ മിണ്ടിയാണ് ഇപ്പോൾ ഈ AMMA എന്ന് പറയുന്ന സാധനം ഇത്രയും പ്രശ്നങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. ഈ സ്ത്രീകൾ തന്നെയാണ് ഇത്രയും പ്രശ്നമാക്കിയതും, സ്ത്രീകളെ തന്നെയാണ് ഇത് ആദ്യമേ ഏൽപ്പിച്ചതും. നിങ്ങൾ എന്നാ നല്ല രീതിയിൽ ഭരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത്. പക്ഷെ എന്ത് ചെയ്യാം, ഒരു വർഷം പോലും ആകുന്നതിന് മുമ്പേ എല്ലാം അടിച്ച് പിരിഞ്ഞു എന്ന് വേണം പറയാൻ. എന്നിട്ട് പറയുന്നത് എന്താണ്, അവിടെ സ്ത്രീകൾക്ക് സംസാരിക്കാൻ കഴിയില്ലെന്ന്. ഈ പറഞ്ഞ ശ്വേതാ മേനോൻ തന്നെയല്ലേ അവിടെ സ്ത്രീകളെ സംസാരിപ്പിക്കാൻ പറ്റാതെ ആക്കിയത്. അൻസിബയും ലക്ഷ്മിപ്രിയയും തമ്മിലുള്ള വിഷയത്തിൽ അതിൽ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം ഉഷ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് വന്ന് പറഞ്ഞിരുന്നല്ലോ, അതിൽ ലക്ഷ്മിപ്രിയയെ ഈ പറയുന്ന ശ്വേതാ മേനോൻ ഹെൽപ്പ് ചെയ്തിരുന്നു എന്ന്. ഈ സ്റ്റേഷനിൽ പോയല്ലോ, ആ സ്റ്റേഷനിൽ പോയപ്പോൾ ലക്ഷ്മിപ്രിയ തന്നെ അവിടെ ഒരു ഗൂഗിൾ മീറ്റിൽ പറഞ്ഞത് എന്നെ സഹായിച്ചത് മൊത്തവും ഈ പറയുന്ന ശ്വേതാ മേനോൻ ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം ഇവരുടെ രണ്ടുപേരുടെയും വിഷയങ്ങൾ കോംപ്രമൈസ് ചെയ്യാതെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ്? ഈ ശ്വേതാ മേനോൻ അല്ലേ ഈ ലക്ഷ്മിപ്രിയയെ ഹെൽപ്പ് ചെയ്തുകൊണ്ട്
അവിടെ പ്രശ്നങ്ങൾക്ക് പിന്നെയും തുടക്കം കുറിച്ചത്? അപ്പൊ ഇതൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പെണ്ണുങ്ങൾക്ക് മിണ്ടാനുള്ള സാഹചര്യമില്ല, ഇനി ഒരു പെണ്ണ് വരുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇതെല്ലാം വെച്ചാൽ അവരുടെ ആക്ടിംഗ് ആണ്. എനിക്ക് ശ്വേതാ മേനോന്റെ ആക്ടിംഗ് ആയിട്ടാണ് ഇതെല്ലാം തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം, കണക്കിലെ പിഴവ്. ഈ കണക്കിലെ പിഴവ് എന്തുകൊണ്ട് വെളിയിൽ നിന്നും ഒരാൾ അന്വേഷിച്ചുകൂടാ, അല്ലെ വെളിയിലുള്ള ആൾക്കാരെ കൊണ്ട് കണക്ക് നോക്കിച്ചുകൂടാ? ഇപ്പൊ പറയുന്നത് കേട്ടു, വെളിയിൽ നിന്ന് വരുന്ന ആളെ കൊണ്ട് ഈ കണക്ക് നോക്കിപ്പിക്കരുതെന്ന് ശ്വേതാ മേനോൻ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ അകത്തുള്ളവർ കണക്ക് നോക്കിയാലേ ക്ലിയർ ആവത്തുള്ളൂ. വെളിയിൽ നിന്ന് വരുന്ന ഒരാൾ ഓഡിറ്റ് ചെയ്യട്ടെ. അപ്പൊ ഓഡിറ്റിംഗിൽ ഉണ്ടായിരുന്ന വ്യത്യാസം അപ്പോഴേ ശരിക്കും മനസ്സിലാവത്തുള്ളൂ. അപ്പം ഇതിനകത്ത് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. ആ കള്ളത്തരങ്ങൾ മറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ രാജിവെച്ചിട്ടില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം ഇപ്പോൾ പറയുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ ഇത്രയും ദിവസമായിട്ട് മിണ്ടായിരിക്കുന്നത് പിഷു ഓൺലി ആൻഡ് ഓൺലി ഫോർ അമ്മ അസോസിയേഷൻ. പിന്നെ കൊല്ലം തുളസി അങ്കിൾ നമുക്ക് വേണ്ടി പറഞ്ഞപ്പോ അങ്കിളുടെ കയ്യിൽ നിന്ന് മൈക്ക് എന്തിനാണ് സിദ്ദിഖ വലിച്ചത്? അനൂപ് ചന്ദ്രൻ എന്തിനാ അടിക്കാൻ പോയത്? എന്തിനാണ് മല്ലിക സുകുമാരൻ ആന്റിന്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ച് വലിച്ചത്? മറ്റേ എത്രയോ, ഞാൻ ഇനി എത്ര കാണിക്കണം, എത്രയോ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതെന്താണെന്നറിയോ ശരി, ഇതെല്ലാം ശരി പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഉത്തരം അറിയാവുന്നതോ പറയാവുന്നതോ അല്ല. അമ്മയിൽ പലതും ബാർട്ടർ സമ്പ്രദായമായിരുന്നു. നിങ്ങൾ ഒരു സഹോദരൻ അമ്മയിൽ വെച്ച് ഒരെണ്ണം എന്റെ വീട്ടിൽ വെച്ചു. ഇത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? അതന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ചെയ്തിട്ടുണ്ടെന്ന്. ഇതെങ്ങനെ പ്രൂവ് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇതിൽ നടത്തിയിട്ടുണ്ട്, നടത്താൻ കഴിവുള്ളതും കമ്മീഷൻ മേടിച്ചിട്ടും അല്ലാതെ ഇല്ലാതെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഈ പറഞ്ഞ കൊല്ലം തുളസിയുടെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിപ്പറിച്ചു, മല്ലിക സുകുമാരന്റെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിപ്പറിച്ചു, സംസാരിക്കാൻ വിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് പിഷാരടി പറയുന്ന ഒരു കാര്യമുണ്ട്, കമ്മീഷൻ വാങ്ങിക്കുന്നവർ വാങ്ങിക്കും, വാങ്ങിച്ചിട്ട് പരിപാടി നടത്താൻ കഴിവുള്ളവർ നടത്തും എന്നാണ് പറയുന്നത്. പക്ഷെ ഈ ട്രസ്റ്റിന്റെ പേരിൽ, ഈ പറയുന്ന അമ്പലത്തിന്റെ പേരിൽ ആ ഒരു പൈസ വാങ്ങിച്ചതാണ് വിഷയം. പിഷാരടിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം കമ്മീഷൻ വ്യവസ്ഥ അവിടെ നേരത്തെ നിലനിന്നിരുന്നു. അപ്പം വെളിയിൽ വന്ന ന്യൂസുകളെല്ലാം കറക്റ്റ് ആണല്ലോ. ആർക്ക് വേണമെങ്കിലും സ്പോൺസർമാരെ കൊണ്ടുവരാം. ജനറൽ ബോഡി മീറ്റിംഗിൽ അന്ന് സംസാരിച്ചിരുന്നു എന്ന് വെളിയിൽ വന്ന ന്യൂസ് കറക്റ്റ് ആണല്ലോ. അപ്പൊ കമ്മീഷൻ വ്യവസ്ഥയിലാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇത് മൊത്തത്തിൽ എന്താണെന്ന് വെച്ചാൽ കൂട്ടിക്കുഴഞ്ഞ ഒരു അവിയൽ പരുവത്തിലായെന്ന് പറഞ്ഞാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തർക്കം, അവിടെ അടി ഇവിടെ അടി, മൈക്ക് തട്ടിപ്പറിയില്, അതുപോലെ തന്നെ ഈ പറഞ്ഞ അമ്മായിയമ്മ പോരും അമ്മായിയപ്പം പോരും, അങ്ങനെ തന്നെ പറയാം. എന്തായാലും കൊള്ളാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിഷയമുണ്ട്, ഈ പുറത്തുള്ളവരെ കണക്ക് പരിശോധിക്കാൻ അനുവദിക്കരുത്, പദവിയിൽ തിരിച്ചു വരാൻ നീക്കവുമായി ശ്വേതാ മേനോൻ, മഴങ്ങാതെ പിഷാരടി, ഫോൺ സംഭാഷണം പുറത്ത് എന്നുള്ളൊരു ഇത് മീഡിയ വണ്ണിന്റെ ഇതിലാണ് അത് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഇത്രയും വിഷയമായ സ്ഥിതിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ആ അമ്മയിൽ നടന്നു. ഓക്കെ, അൻസിബയുടെയും ലക്ഷ്മിപ്രിയയുടെയും വിഷയം ഇനി എങ്ങനെയെങ്കിലും ഇവർ സംസാരിച്ച് കോംപ്രമൈസ് ആക്കിയെന്നിരിക്കട്ടെ, എന്നാലും പോട്ടെ. പക്ഷേ ഈ കണക്കിലെ വൈരുദ്ധ്യം അതാണല്ലോ അവിടുത്തെ മെയിൻ വിഷയം. ബാബുരാജൊക്കെ ഇടപെട്ടതും അവിടെ സംസാരിച്ചതും കണക്ക് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് സിദ്ദിഖെല്ലാം കൂടെ അവിടെ പറഞ്ഞതെല്ലാം ഈ ഇതിന്റെ കണക്കിന്റെ പേരിലാണല്ലോ വിഷയങ്ങൾ ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ വെളിയിൽ നിന്നുള്ള ഒരാൾ വന്ന് കണക്ക് പരിശോധിക്കട്ടെ. അപ്പൊ പിന്നെ വെളിയിൽ കാണുന്ന ഈ ന്യൂസ് ചാനലുകൾക്കും ജനങ്ങൾക്കും എല്ലാം മനസ്സിലാവുമല്ലോ അവിടെ എന്താണ് നടന്നതെന്നുള്ളത്. ഇപ്പൊ കൃത്രിമം നടന്നിട്ടില്ലെങ്കിൽ എന്തിനാ പേടിക്കുന്നത്? വെളിയിൽ നിന്ന് ഒരാൾ വന്ന് ഓഡിറ്റ് ചെയ്യട്ടെ. എത്രയോ പേര് അങ്ങനെ ഓഡിറ്റും ചെയ്യിക്കുന്നവരുണ്ട്. വെളിയിൽ നിന്ന് ഇപ്പൊ ഓഡിറ്റർ ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അവിടെ കണക്ക് നോക്കാൻ ഉണ്ടെന്നിരിക്കട്ടെ, എന്നാലും വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് കണക്ക് പരിശോധിപ്പിക്കുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട്, എത്രയോ സംഘടനകളുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഇത് പരിശോധിച്ചുകൂടാ? അപ്പം അതും അവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കട്ടെ. അൻസിബയോടും ടിനിയുടെ വക്കീലിനോടും ടിനിയോടും സംസാരിച്ച സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ജീവിതം നന്നായേനെ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. അൻസിബയും ടിനിയും തമ്മിലുള്ള വഴക്കിൽ ബാക്കി എല്ലാ കേസുണ്ടായിട്ടും അൻസിബ ഫൈറ്റ് കേസ്. എന്നിട്ട് ഈ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞു എന്നൊരൊറ്റ കാര്യം കൊണ്ട് അൻസിബ ഫയൽ ചെയ്തില്ല. അവസാനം നാളെ കോടതിയിൽ ഹാജരാകണമെന്നുള്ള ദിവസമായി വക്കീല്. കേൾക്കുന്നുണ്ടോ? അങ്ങനെ വക്കീലിന്റെ ദിവസം ഞാൻ അൻസിബയുടെ വക്കീലിനെ വിളിച്ചു. പറഞ്ഞോന്നറിയില്ല, അൻസിബയുടെ വക്കീലിനെ വിളിച്ച് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതൊരു ഓവർ ഹിയറിംഗ് കേസാണല്ലോ, നാളെ ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ട് ടിനി ടോം ഇങ്ങനെ ടിനി ടോമിനെതിരെ തെളിവില്ല എന്നും പറഞ്ഞ് ടിനി ടോമിനെ വെറുതെ വിട്ടാൽ അന്ന് ഈ അൻസിബ 4 പോലെന്ന് ചോദിച്ചു. ഇയാളൊറ്റ ഷൗട്ട് ചെയ്തു, നിങ്ങൾ 4 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ഈ കേസ് തോറ്റു പോകുന്ന നിങ്ങൾ എന്ത് ന്യായം വെച്ചാൽ ഐ ഹാവ് ദ പ്രൂഫ്, നിങ്ങൾക്ക് എന്ത് ലോ അറിയാം, അങ്ങനെ ഇങ്ങനെ ഇയാൾ കുറെ നേരം ഉണ്ടായിരുന്നിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഒരു കോർട്ടിലെ കേസ് എന്നുള്ള നിലയിൽ 1% ചാൻസ് ഉണ്ടാക്കി തരാൻ പറ്റുമല്ലേ നോക്കാൻ? അതുണ്ട്. ഞാൻ പറഞ്ഞു മതി, ആ 1% സംഭവിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ടിനിയുടെ വക്കീലിനെ വിളിച്ചു. ടിനി എന്നോട് ഒത്തുതീർപ്പാക്കണം എന്ന് കരഞ്ഞ് ടിനിയുടെ ഭാര്യ വിളിച്ച് കരഞ്ഞിട്ടാണ് ഞാൻ ടിനിയുടെ വക്കീലിനെ വിളിക്കുന്നത്. ടിനി ഫോൺ കോളിലാണ്. ടിനിയുടെ വക്കീലിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അൻസിബയുടെ വക്കീലിനോട് ഞാൻ സംസാരിച്ചു, ഇവർ ഒത്തുതീർപ്പാക്കാൻ റെഡിയാണ് പറഞ്ഞപ്പോ
ടിനിയുടെ വക്കീൽ പറഞ്ഞു, അൻസിബ നീ മേലാൽ എവിടെയും ടിനി ടോമിനെ പറ്റി ഞാൻ അനാവശ്യം പറയില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്ന്. നടക്കുന്ന കാര്യമാണേ. അൻസിബ ടിനി മാപ്പ് പറയണം എന്ന് പറഞ്ഞപ്പോ ഞാൻ അൻസിബയോട് പറഞ്ഞു, ടിനി മാപ്പ് പറയില്ല, പറഞ്ഞ അവൻ ചെയ്തു എന്നായി പോകും. ഇത് അറിയാണ്ട് എനിക്ക്, കാരണം ടിനി പബ്ലിക്കായിട്ട് മാപ്പ് പറയണമെന്ന് എന്നോട് അൻസിബ പറഞ്ഞപ്പോ ഞാൻ അൻസിബയോട് പറഞ്ഞു, അൻസിബ അങ്ങനെ പറയരുത്, അങ്ങനെ പറഞ്ഞാൽ അവൻ ചെയ്തു എന്നേ അർത്ഥം. അങ്ങനെ ചെയ്തു എന്നാണെങ്കിൽ പിന്നെ അൻസിബയ്ക്ക് കേസില്ലെങ്കിൽ പോലും ഈ സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താൻ നോക്കിയെന്നും പറഞ്ഞ് ആർക്കും വേണേ കേസെടുക്കാൻ പറ്റും ഇതിനെതിരെ, സ്വമേധയാ കേസെടുക്കാം. അപ്പൊ അതുകൊണ്ട് അവൻ അത് പറയില്ല എന്ന് ഞാൻ പറഞ്ഞ ഈ കഥ ടിനിക്കറിയാം. ഈ കഥ അറിയാവുന്ന ടിനി ടോം ഇത്രയും ഒത്തുതീർപ്പാക്കണം പറഞ്ഞ ടിനി ടോമിന്റെ വക്കീൽ പറയാം, അൻസിബ ഒരു പേപ്പറിൽ എഴുതി കൊടുക്കണം, ഇത് ഞാൻ അൻസിബയോട് പറഞ്ഞിട്ട് പറഞ്ഞു ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞ അൻസിബ പറഞ്ഞു, അങ്ങനെ കാര്യം ചെയ്യൂ ചേട്ടാ, മമ്മൂട്ടിയുടെയോ മോഹൻലാലിന്റെയോ അമ്മയുടെ സാന്നിധ്യത്തിൽ, അത് അതുപോലെ എനിക്ക് വിശ്വാസമുള്ള ഒരാളുടെ സാന്നിധ്യത്തിൽ അമ്മയുടെ ഓഫീസിൽ വെച്ച് നമുക്ക് ഇത് ചെയ്തു തീർക്കാം, ഒത്തുതീർപ്പാക്കാന്ന് പറഞ്ഞു. അൻസിബ പറഞ്ഞു ഒത്തുതീർപ്പാക്കാം. ഞാൻ നോക്കുമ്പോ മോഹൻലാൽ ജർമ്മനിയിൽ ചെന്നൈയിലുമാണ്, 2 ദിവസം ആകാന്നൊക്കെ പറഞ്ഞു കഴിയും. ഇതിൽ പിഷാരടി പറയുന്ന ഒരു കാര്യം ശരിയാണ്. പിഷാരടി ഈ പറയുന്ന അൻസിബയുടെ വക്കീലിനെയും ഇത് പറയുന്ന ടിനി ടോമിന്റെ വക്കീലിനോടും സംസാരിച്ചായിരുന്നു. അപ്പം അൻസിബയുടെ വക്കീലിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് 4 വർഷം അല്ലെങ്കിൽ 5 വർഷം ഈ കേസ് ഇനി മുന്നോട്ട് പോകുന്നു, അതിനുശേഷം ഇത് നിരപരാധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ കുറ്റവാളി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ കേസിൽ കഴമ്പില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമല്ലേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചപ്പോഴേ ഈ പറഞ്ഞ അൻസിബയുടെ വക്കീൽ പറഞ്ഞു എന്നാണ് പറയുന്നത്, ഞാൻ ഇത് കേസ് തോറ്റു പോകുന്നതാണോ നിങ്ങൾ പറയുന്നത്, ഞങ്ങൾക്ക് എവിഡൻസ്, എനിക്ക് അതിനകത്ത് എവിഡൻസ് ഉണ്ട്, എനിക്ക് അതിനകത്ത് വിശ്വാസമുണ്ട്, ഞാൻ ജയിക്കുമെന്നൊക്കെ പറഞ്ഞ് അത് അവിടെ ഉഴപ്പി. അപ്പൊ ഏകദേശം അവിടെ അൻസിബയുടെ അടുത്തൊക്കെ സംസാരിച്ച് പിഷാരടി ഏകദേശം കോംപ്രമൈസ് ആക്കി വെച്ച സമയത്ത് പിഷാരടി എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ടിനി ടോമിന്റെ വക്കീലിനെ വിളിക്കുന്നു. അപ്പൊ ടിനി ടോമിന്റെ വക്കീൽ എന്താണ് പറയുന്നതെന്ന് അറിയാമോ? അൻസിബ എഴുതി ഒപ്പിട്ട് കൊടുക്കണം, ടിനി ടോമിനെ കുറിച്ച് ഇനി ഒന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കാര്യമാണോ എന്ന് വെച്ചാൽ ഇവിടെയും അവിടെയും എങ്ങനെങ്കിലും ഒരു ഒത്തുതീർപ്പിലേക്ക് പോകാൻ വേണ്ടിയാണ് ഈ ശ്രമിക്കുന്നത്. എന്നുവെച്ചാൽ ഈ വിഷയത്തെ കുറിച്ച് ഇനി ഒന്നും സംസാരിക്കത്തില്ല, അൻസിബ ടിനി ടോമിന്റെ വിഷയങ്ങളെ കുറിച്ച് ഒന്നും സംസാരിക്കില്ല, മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കില്ല, വേറെ വിഷയങ്ങൾക്ക് പോകില്ല, നമ്മുടെ അൻസിബ എഴുതി ഒപ്പിട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ പിഷാരടി പറയുന്നുണ്ട്, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയമില്ല എന്ന് പറഞ്ഞ് എഴുതി വായിപ്പിക്കാനാണ് ഞാൻ നോക്കിയത് എന്നാണ് ഇവിടെ പിഷാരടി ഉദ്ദേശിക്കുന്നത്. പിഷാരടി പിന്നെ ഇത്രയെങ്കിലും ഒന്ന് ശ്രമിച്ചു എന്നാലും പറയാം. ശ്വേതാമേന ഇത്രയും പോലും ആദ്യമേ ശ്രമിച്ചിരുന്നെങ്കിൽ ഇത്രയും വിഷയം ഉണ്ടാവത്തില്ലായിരുന്നു. ശ്വേതാമേന അപ്പോഴെന്താണ് ചെയ്തത്, ലക്ഷ്മിപ്രിയ സഹായിക്കാൻ പോയി. ലക്ഷ്മിപ്രിയ എന്തോ ചെയ്തു, ഉള്ള കൺട്രോളൊക്കെ വിട്ടിട്ട് ലക്ഷ്മിപ്രിയ ഉള്ള ചാനലെല്ലാം കയറി വേണ്ടതും എല്ലാം അങ്ങ് പറഞ്ഞ് അത് കുളമാക്കി നശിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. എന്നാലും പിഷാരടി പറഞ്ഞിട്ടുണ്ട്, ഈ വക്കീലന്മാർക്ക് ഒരു പരിപാടി ഉണ്ടല്ലോ, കോംപ്രമൈസ് ടോക്കിനൊന്നും അവർ നിൽക്കത്തില്ല. അതുപോലെ പ്രത്യേകിച്ച് സെലിബ്രിറ്റി ന്യൂസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ. അപ്പൊ വക്കീലന്മാരെയും കുറച്ച് പേര് അറിയും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകാം എന്നാണ് ഇവിടെ പിഷാരടി പറയുന്നത്. എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറഞ്ഞാലും ഈ പിഷാരടി കാണിച്ച ഒരു നയമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന അൻസിബയെ വിളിക്കുന്നു, അൻസിബയുടെ വക്കീലിനെ വിളിക്കുന്നു, അതുപോലെ ടിനി ടോമിനെ വിളിക്കുന്നു, ടിനി ടോമിന്റെ വക്കീലിനെ വിളിക്കുന്നു, ഇവരുമായിട്ടെല്ലാം സംസാരിക്കുന്നു, ഒരു കോംപ്രമൈസിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം അൻസിബ കോടതിയിലേക്ക് പോയപ്പോൾ ടിനി ടോം ചോദിക്കുന്നു, എന്തുകൊണ്ട് കോടതിയിൽ പോയി, നമ്മൾ കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വക്കീലൊന്നും സമ്മതിച്ചില്ലെന്ന് ഇവിടെ പിഷാരടി പറയുന്നുണ്ട്. പിഷാരടി പറയുന്നത് അതെല്ലാം ന്യായമാണ്. പക്ഷെ ഇതിനൊന്നും ആവശ്യമില്ലായിരുന്നു. ഇതൊക്കെ ആദ്യമേ ഈ ശ്വേത വിചാരിച്ചിരുന്നെങ്കിൽ ഒരു ടേബിളിന്റെ ചുറ്റിനും ഇരുന്ന് ഇവർ രണ്ടുപേരെയും വിളിച്ച് അല്ലെങ്കിൽ 3-4 പേരെ വിളിച്ചിരുത്തി സംസാരിച്ച തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളായിരുന്നു. ഇതെല്ലാം കുളമാക്കിയത് ശ്വേതാമേനോൻ എന്ന് ഞാൻ ഇപ്പൊ പറയത്തുള്ളൂ. അതിനുശേഷം ലക്ഷ്മിപ്രിയ. നിങ്ങളുടെ നിരപരാധിത്വം എന്ന് പറയുന്നത് നമ്മുടെ കമ്മിറ്റിയിലിരുന്ന് ഞങ്ങൾക്കൊരു കണക്കിലൊരു തെറ്റും കിട്ടാതിരുന്നിട്ട് അതിലൊരു തെറ്റുമില്ല എന്ന് ഞങ്ങൾ പറയുന്നിടത്താണ് നിങ്ങൾ പൂർണ്ണമായും നിരപരാധികളാവുന്നത്. നിങ്ങൾ തിരിച്ചു കയറി അന്വേഷിക്കാന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല ഇവിടുത്തെ ആളുകൾ. ഇനി നിങ്ങൾ പറഞ്ഞ അഡ്വോക്ക് കമ്മിറ്റിക്ക് ഈ പറഞ്ഞ കഴിഞ്ഞ കമ്മിറ്റി ഈ കമ്മിറ്റിക്ക് എന്താ 2 നിയമം എന്നുള്ള ചോദ്യം വാലിഡാണ്. നിങ്ങളൊരു കോർട്ട് വഴി പോയാൽ അത് വാലിഡാണ്, കേൾക്കുന്നുണ്ട് 100% വാലിഡാണ്. എനിക്കൊരു സംശയമില്ല. പക്ഷെ നിങ്ങൾ കോർട്ട് വഴി പോയില്ലോ എന്നൊന്നും എനിക്കറിയത്തില്ല. പിഷു, ഇതെന്താ അറിയോ, ഞാനൊരു കാര്യം പറയട്ടെ പിഷു, നമ്മള് എനിക്ക് അല്ല ഞാൻ ഒരു കാര്യം പറയാം. ഈ അമ്മ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ വികാരം, മനസ്സിലായോ? എനിക്കിതൊരു വികാരമാണ്. ഐ ആം വെരി പ്രൗഡ് ബിക്കോസ് സിൻറ്റ പോലെ ഒരു അസോസിയേഷന്റെ ഭാഗമാണ് ഞാൻ. എനിക്കറിയാം അവർ ഒരു കുന്തും ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസമായിട്ട് ഇത്. പക്ഷെ ഓരോ ദിവസം ഈ പെൺകുട്ടി അമ്മ അസോസിയേഷന്റെ ഒരു മെമ്പറായ എന്നെ
അപ്പൊ ഞാൻ അമ്മ പുറത്തായി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം, അപ്പൊ ശ്വേതയ്ക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു ഫ്രീഡം തന്നാൽ ഞാൻ ഇപ്പൊ ഇറങ്ങാം ഈ രംഗത്ത്. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് അൻസിബയെ കുറിച്ചാണ് പിന്നെയും കുറ്റം പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ അൻസിബയാണ് മാധ്യമ ശ്രദ്ധ പിടിച്ച മാധ്യമങ്ങളിലേക്കെല്ലാം ഇത് കൊടുത്തതും ഈ പറയുന്ന അൻസിബ ആയിരുന്നല്ലോ. എന്താ വെച്ചാൽ അകത്ത് പറഞ്ഞിട്ടൊന്നും നടക്കാത്തതുകൊണ്ട് അൻസിബ പുറത്ത് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാനിപ്പോ കച്ചയും കുറ്റിയും കൊണ്ട് ഇറങ്ങി ഞാനങ്ങ് തകർത്ത് കളയും എന്നാണ് ഇവിടെ ശ്വേതാമേനോൻ പറയുന്നത്. എന്താ നിങ്ങൾ പറയൂ, നിങ്ങൾ അമ്മയിലില്ല, നിങ്ങൾ അമ്മയെ രാജിവെച്ചല്ലോ, എന്തായാലും രാജിവെച്ചു. പക്ഷെ ഇപ്പൊ പറയുന്നത് രാജിവെച്ചില്ലേ എന്ന് പറഞ്ഞ് അകത്ത് കയറാൻ ശ്രമിക്കുന്നു. അതെന്തിനാണ്? ഈ നല്ല ഭരിക്കാനാ? ഒന്നുമല്ല. അത് ഗണേഷ് കുമാർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പറയാം. ഇതുവരെ അവിടെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ലെന്ന് ഗണേഷ് കുമാർ പറയുന്നുണ്ട്. അപ്പം ഇപ്പോൾ എന്തിനെ ധൃതി പിടിച്ചിട്ട് ഞാൻ രാജിവെച്ചിട്ടില്ല, ഞാൻ എനിക്ക് അകത്തോട്ട് തന്നെ കയറാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ കണക്ക്, അതിനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടലുകൾ കൊണ്ട് തന്നെ മാത്രമാണ്. അല്ലെങ്കിൽ ഇറങ്ങിക്കോ. ഇപ്പൊ അൻസിബ ഇറങ്ങിയല്ലോ, കോടതി വരെ പോയല്ലോ, എന്തുകൊണ്ട് ശ്വേതയ്ക്ക് പൊയ്ക്കൂടാ? അമ്മയ്ക്ക് ഇവിടെ ഒരു കുഴപ്പം ഉണ്ടാവരുത്, അല്ലെങ്കിൽ ഇപ്പൊ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. AMMA എന്ന് പറയുന്ന ഈ അമ്മ സംഘടന ഇപ്പം മൊത്തത്തിൽ കുഴപ്പത്തിൽ കിടക്കുക. ഇനി നാറാനൊന്നുമില്ല. എന്തായാലും നാറി അങ്ങേ അറ്റം വരെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴും കിടന്നോണ്ട് എനിക്ക് അമ്മയോട് അത്രയും ഇതാണ്, എനിക്ക് ഭയങ്കര ആത്മബന്ധമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ധരിപ്പിച്ചിട്ട് ഞാൻ അല്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇറങ്ങാം എന്നൊക്കെ പറയുമ്പം ഇങ്ങനെ ശ്വേത ഇറങ്ങട്ടെ, ശ്വേതയും പറയട്ടെ, അവിടെ നടന്ന കാര്യങ്ങൾ പബ്ലിക്കിൽ വന്ന് പറയട്ടെ. ഇപ്പൊ തന്നെ പബ്ലിക്കിൽ പറഞ്ഞ പോലെ തന്നെയാണ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ. ഏകദേശം ഈ വോയിസ് ഒക്കെ നിങ്ങൾ കേട്ടാൽ അറിയാം. എല്ലാ ചാനലും വന്നിട്ടുണ്ട്, നിങ്ങൾ കയറി കാണുക. എല്ലാ ന്യൂസ് ചാനലിലും ഈ വോയിസ് വന്നിട്ടുണ്ട്. നിങ്ങൾ കയറി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇത് ഞാൻ പ്രധാന ഭാഗം മാത്രമേ ഞാൻ അവിടെ വെക്കുന്നുള്ളൂ. ഈ എല്ലാ ദിവസം ഇതേ അല്ല, അത് പിഷു ഞാൻ ഇപ്പോഴും പറഞ്ഞത്, ഞാൻ ഇപ്പൊ ലാലേട്ടൻ റിസൈൻ ചെയ്തു എന്ന് എഴുതി തന്നിട്ടുണ്ട്, മനസ്സിലായോ? വെൻ ഹി ലെഫ്റ്റ് ആസ് എ ഫ്രം പ്രസിഡന്റ്ഷിപ്പ്. അപ്പൊ ഞാൻ ഇതുവരെയ്ക്കും തന്നിട്ടില്ല. എവിടെ തന്നു? ആർക്ക് കൊടുത്തു? ഞാൻ ഇതുവരെയ്ക്കും അല്ലാതെ എന്റെ കമ്മിറ്റീന്റെ ഒരു മെമ്പറും, എന്റെ കമ്മിറ്റി മെമ്പർ ആണെങ്കിലും ആരാണെങ്കിലും ഓക്കെ, അപ്പൊ ആരും സൈൻ ചെയ്തിട്ടില്ല, ഒരാളും സൈൻ ചെയ്തിട്ടില്ല. ഈ സൈൻ ചെയ്യുന്ന ആൾക്കാർ ഞാൻ ഇപ്പോഴും പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഒരു കാരണവശാലും എനിക്ക് വിശ്വാസമില്ലാത്തതിന്റെ ഒരു ഇത് ദാറ്റ് ഇത് നമ്മൾ സൈൻ ചെയ്ത് എല്ലാം തന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ പറയും നിങ്ങളല്ലേ തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമ്മിറ്റി അല്ലേ തെറ്റ് ചെയ്ത്. അതിന് ഞാൻ ഒരു കാരണവശാലും ഐ വിൽ നോട്ട് ടേക്ക് ദാറ്റ് റിസ്ക്. അത് എന്റെ ജീവിതത്തിൽ എന്റെ പേഴ്സണാലിറ്റി. ഞാൻ ഇതിനകത്ത് വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എവിടുന്നാണ് ഈ BJPന്റെ ഒരു ഇത്? സത്യം പറഞ്ഞ ആദ്യമായിട്ട് നിങ്ങൾ എന്നോട് ആ ദിവസം നമ്മളുടെ തിരുവല്ല പ്രോഗ്രാമിൽ പറഞ്ഞപ്പോ ഞാൻ ഓർമ്മല്ലേ നിങ്ങൾ പറഞ്ഞത്? അന്ന് ഞാൻ പറഞ്ഞതാണ് പിഷു, ഞാൻ BJP ഒന്നും അല്ല. ഇത് എവിടുന്നാണ് ഈ BJP വന്ന്? ഇപ്പൊ ഞാൻ പറയാ കോൺഗ്രസിലെങ്കിലും എന്നെ മിനിസ്റ്റർ ബാബുരാജിനോട് ഞാൻ ചോദിച്ചു. ഞാൻ ബാബുരാജിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അവര് BJPക്ക് ആളെ കൊടുക്കുന്നു എന്ന് പറഞ്ഞത്? ഇപ്പൊ ബാബുരാജ് എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു എന്റെ വീഡിയോ അയച്ചുതരാം. അങ്ങനെ ആരോപണമുണ്ടല്ലോ ആണ് ഞാൻ പറഞ്ഞത്. ഞാൻ 1 കോടി എടുത്തിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് കൊടുക്കാൻ വേണ്ടി എന്ന് നിങ്ങൾക്കെതിരെ ആരോപണം ഉണ്ടെന്ന് പുള്ളി പറയുന്നത്. ആരോപണം പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാര്യം പറയണെങ്കിൽ പൊതുവേദിയിൽ അങ്ങനെ പറയണമെങ്കിൽ അത് പ്രൂഫ് ഇല്ലാതെ ഞാൻ അതാ പറഞ്ഞ ഐ വിൽ സീ യു ഇൻ ദ കോർട്ട്. ഞാൻ പറഞ്ഞ അന്ന് ഞാൻ ജനറൽ ബോഡി ആരോപണം പറയാൻ പ്രൂഫ് വേണ്ട. നമ്മുടെ ലോയിൽ ആരോപണം പറയാൻ പ്രൂഫ് വേണ്ട. നോ പക്ഷെ ആള് എന്നെ പേഴ്സണലി പറയണതും പൊതുവേദിയിലും പറയണതും പൊതുവേദിയിൽ പറയാനും പ്രൂഫ് വേണ്ട. ഓക്കെ ഫൈൻ. അല്ലെങ്കിൽ ഇപ്പോ വിഴിഞ്ഞം തുറമുഖത്തിൽ ഉമ്മൻചാണ്ടിക്ക് 6000 കോടിയുടെ അഴിമതി ഉണ്ട് എന്ന് പിണറായി വിജയൻ പറഞ്ഞു. പൊതുവായിട്ട് പത്രസമ്മേളനം വിളിച്ച് പറയാണ് ഇതൊരു ആരോപണമാണ്. ആരോപണത്തിന് പ്രൂഫ് വേണ്ട. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് ഉമ്മൻചാണ്ടി 6000 കോടി പറ്റിച്ചു, മറ്റേത് നമ്മൾ എന്ത് സാധനം ചെയ്താലും അവര് മുഴുവൻ അഴിമതിയാണ്,
പൊളിറ്റിക്സിൽ അങ്ങനെ പറയുമല്ലോ. അപ്പൊ ആ നിയമം വെച്ചിട്ട് നമ്മൾക്ക് ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ പ്രൂഫ് വേണ്ട, ആരോപണം തെളിയിക്കാനാണ് പ്രൂഫ് വേണ്ടത്. നിങ്ങൾ തെളിയിച്ചോ, ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ തെളിയിച്ചോളൂ. അല്ല അത് ഞാൻ പറഞ്ഞു ഐ സി യു ഇൻ ദ കോർട്ട്, അതന്നെ ഞാൻ പറഞ്ഞു, തെളിയിച്ചോട്ടെ, ആള് തെളിയിക്കട്ടെ. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ബാബുരാജിന്റെ വാദം, ബാബുരാജ് എന്നോട് പറഞ്ഞു എനിക്കെതിരെ ഒന്നുമില്ല, ഞാൻ ആരോപണം പറഞ്ഞിട്ടുള്ളൂ. അത് കറക്റ്റ് അല്ലേ പറഞ്ഞത്? ആരോപണം ഉന്നയിക്കാം ആർക്കും. ഇപ്പൊ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും ഒരുപാട് പേര് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, തെളിവൊന്നുമില്ല, പക്ഷെ ആരോപിക്കുന്നുണ്ട്. ബാബുരാജ് പറഞ്ഞത് എന്താണ്? BJP-യുമായിട്ട് കൂട്ടുകെട്ടുകൾ ഉണ്ടാവാം, ഒരു സംശയ രീതിയിലായിരിക്കാം പറഞ്ഞത്. അല്ലെങ്കിൽ മറ്റുള്ള ഞാൻ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇവർക്കെല്ലാം പിന്നെ സ്റ്റേഷനിൽ ഈ കോടതിയിൽ പോകാനേ സമയം കാണത്തുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ അദാനിയുടെ ഫണ്ടിന്റെ കാര്യം വെളി വന്നത് ശ്വേതയ്ക്ക് പിടിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ഫണ്ട് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഫണ്ടിങ് നടത്താനുള്ള ഒരു സംവിധാനം അവിടെ നടന്നിരുന്നോ? ഇതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അത് അമ്മയുടെ കമ്മിറ്റിയിൽ ശ്വേത അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടിരുന്ന് അന്വേഷിച്ചാൽ നമുക്കറിയാമല്ലോ, കുറ്റം ചെയ്ത SI കൊണ്ട് കേസ് അന്വേഷിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ ആയിരിക്കും. അതിലും നല്ലത് മറ്റൊരു കമ്മിറ്റി വന്ന് അന്വേഷിക്കട്ടെ. അപ്പൊ അവർക്ക് അറിയാമല്ലോ ഇതിനകത്ത് സത്യാവസ്ഥ എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, 1500 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് പെൻഷൻ കൂട്ടിത്തരും, അതിനൊരു സ്പോൺസർ ആണ് പെൻഷൻ കൂട്ടിത്തരുന്നത് എന്ന് പറയുമ്പോൾ ആ സ്പോൺസർ ആരാണ്? നമുക്കറിയാനുള്ള അവകാശമില്ലേ? ഈ പറഞ്ഞ അമ്മയിലെ സംഘടനയിലുള്ള അവിടെയുള്ള പെൻഷൻ വാങ്ങിക്കുന്നവരായിക്കോട്ടെ, അല്ലാതെ അവിടുത്തെ മെമ്പർമാരായിക്കോട്ടെ, അവർക്കും അവകാശമില്ലേ? ഇത് ആരാണ് ഈ സ്പോൺസർ? ഈ 1500 രൂപ നിങ്ങൾ കൂട്ടി കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അത് പക്ഷേ അമ്മയുടെ ഇതിലല്ല, അത് സ്പോൺസർ ആണ് അത് ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സ്പോൺസർ ആരാണ്? അത് നമുക്കറിയണ്ടേ? അല്ലെങ്കിൽ ആ അമ്മയിലെ മെമ്പർമാർക്ക് അറിയണ്ടേ? ഈ പെൻഷൻ വാങ്ങിക്കുന്നവർക്ക് അറിയണ്ടേ? ഒന്നുമില്ലെങ്കിൽ അവർക്ക് ആ കമ്മിറ്റിയിലുള്ളവർക്കെങ്കിലും ഒന്നും അറിയണ്ടേ? അപ്പൊ അതാരാണ്? അപ്പം തീയില്ലാതെ പുകയുണ്ടാവത്തില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ചെറുത് കാണും. അതാണ് ഈ കിടന്ന് പുകയുന്നത്. മൂപ്പര് ടിനി ടോമിനോട് പറഞ്ഞു, ഇത് ശ്വേത മേനനല്ല നമ്മളുടെ ഉന്നമായിരുന്നത്, നമ്മളുടെ ഉന്നമായിരുന്നു കുക്കു. എവിടെങ്കിലും കുക്കു എന്ന വ്യക്തിനെ ഇവരാരെങ്കിലും, ഐ ഡൗട്ട് ആൻഡ് ഐ seriously believe that she was part of the crime to sabotage our committee. അത് ഞാനല്ല, ജോയേട്ടനോട് ചോദിച്ചോളൂ, നമ്മളുടെ കമ്മിറ്റി മെമ്പേഴ്സിനോട് തന്നെ ചോദിച്ചോളൂ. ടുഡേ ഐ ആം ടെലിംഗ്, ഞാൻ വിചാരിച്ച പോലെ ഒന്നും പെർഫോം ചെയ്യാത്ത ഒരാളാണ്. അല്ല അത് പെർഫോമൻസ് അല്ല ഞാൻ പറഞ്ഞു. ഒരു കാര്യത്തിലും പുള്ളി ഇടപെട്ടില്ല സാർ. അയാൾ എല്ലാ കാര്യത്തിലും ഇപ്പൊ ഞാൻ പറയുന്നത് ധീരനായ ഒരാളാണെന്ന് ഞാൻ വിചാരിച്ചു. അല്ല ആ ദിവസം സ്റ്റേജിൽ പറഞ്ഞല്ലോ ദാറ്റ് നമ്മുടെ ട്രഷറർ അബ്സ്കോണ്ടർ ആണെന്ന്. അതൊരു സത്യമില്ല, അത് പറയാൻ ഇത്ര ധൈര്യം വേണം. അല്ല പുള്ളി പൊതുവെ ചെയ്യുന്ന ശക്തിയിൽ നിങ്ങൾക്കൊരു പിന്തുണ ആയില്ല, പൊതുവെ ഒന്ന് സൂക്ഷിച്ചു. അല്ല അത് കറക്റ്റ് ആണ്. സി അതൊക്കെ പിഷു, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു കമ്മിറ്റീന്റെ പ്രസിഡന്റ് ആയിരുന്നു, ദ കമ്മിറ്റി വിച്ച് വാസ് ഹാവിംഗ് നോ ഐക്യം. ഓക്കെ, ആയിക്കോട്ടെ. അത് എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോ നാളത്തെ മീറ്റിംഗ് കഴിഞ്ഞ കാര്യങ്ങൾ പറയാം. എത്ര മണിക്കാണ് മീറ്റിംഗ്? 11 മണി. 11 മണിക്ക് അമ്മ ഓഫീസിലോ? ഞാനൊന്നും ഇന്ന് വരെ മീഡിയസിനോടൊന്നും പറഞ്ഞിട്ടില്ല. 11 o'clock. എനിക്ക് മീഡിയസ് നല്ല ഈ ലോകത്താരെയും വിശ്വാസം ഇല്ലാതായോ? അല്ലല്ല, അത് പിഷു. അപ്പൊ പിന്നെ പിഷു ലൈക്ക് യുനോ, ഞാൻ അന്നും പറഞ്ഞ പോലെ എനിക്ക് ഒരു അപ്പനേ ഉള്ളൂ, അന്നും എന്നും. അതല്ല ഞാൻ പറയുന്നത്, തനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മള് നാളെ, നിങ്ങളിപ്പോ നിങ്ങളുടെ ഗ്രൂപ്പില് നാളെ മീറ്റിംഗ് കഴിഞ്ഞ് കാര്യം പറയാന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് കുക്കു നമ്മളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ദാറ്റ് നമുക്ക് നാളെ ഇവരെ കാണാൻ പോകുന്നുണ്ട് എന്ന്. അപ്പൊ പിഷു സാധനങ്ങൾ തരാൻ വേണ്ടി കുക്കു എപ്പ വരാൻ പറ്റുന്ന ചോദിച്ചു. അപ്പൊ കുക്കുവിനോട് പറഞ്ഞു 9 മണിക്ക് കൊണ്ട് തന്നോളാൻ പറഞ്ഞു. അപ്പൊ മീറ്റിംഗ് ഉണ്ടാവില്ല, ഞാനും ഗണേശേട്ടനും മാത്രമേ കുക്കുവിനെ കാണുള്ളൂ. മീറ്റിംഗിനിടെ കുക്കു വരാൻ പാടില്ല. അവിടെ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അമ്മയുടെ നിങ്ങൾ അവിടെ കൊണ്ട് താന്ന കുക്കുവിനോട് പറഞ്ഞേക്കുന്നേ. പിടുത്തം കിട്ടിയോ? അപ്പൊ നമ്മള് ആ 9 മണിക്ക് നമ്മക്കും വരണെങ്കിലോ? നമ്മക്കും വരണെങ്കിലോ? ഹലോ ഹലോ ഹലോ. ഇതിപ്പോ സാധനങ്ങൾ കൈമാറാൻ വേണ്ടിട്ടല്ലേ, നാളത്തെ മീറ്റിംഗ് കഴിയട്ടെ എന്നിട്ട് ഓപ്പറേറ്റ് ചെയ്യണ്ടെന്നുള്ളത്.
ഓക്കെ. അപ്പൊ ഈ എലക്ഷൻ എപ്പോഴാ ചെയ്യണത് നിങ്ങള്? അതൊക്കെ നാളത്തെ മീറ്റിംഗ് കഴിഞ്ഞേ തീരുമാനിക്കുള്ളൂ. ശരി, ഓക്കെ. ഞാൻ 4 മാസത്തിനകം ചെയ്യാന്ന് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞത് കഴിഞ്ഞ അഡ്വോ കമ്മിറ്റി 1.5 കൊല്ലം ഇരുന്നു, അടുത്ത ജനറൽ ബോഡി എന്നൊക്കെ പറയാൻ പറ്റൂല, എനിക്ക് അത്ര ഇരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ ഇലക്ഷൻ 4 മാസത്തിനകം നടത്തണമെന്ന് പറഞ്ഞു. എന്തായാലും വെരി സാഡ്. ഓക്കെ, ശരി. ചുരുക്കത്തില് എനിക്ക് ഈ വോയിസ് എല്ലാം കേട്ടിട്ട് മനസ്സിലായത് ശ്വേതാ മേനോൻ എങ്ങനെയും അമ്മയുടെ അകത്തോട്ട് കയറണം, മറ്റൊന്നുമല്ല ഞാൻ രാജിവെച്ചിട്ടില്ല, എനിക്ക് അകത്ത് കയറിയേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ ശ്വേതാ മേനോൻ എന്നാൽ കേറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പിഷാരടിയും സംഘവും അപ്പുറത്ത് നിൽപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ ശരിയാണ്, പിഷാരടിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, അഡ്വോ കമ്മിറ്റിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മളെല്ലാവരും ലൈവ് കണ്ടതാണ്. ഇവരാണെങ്കിൽ എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് കമ്മിറ്റി എല്ലാം രാജിവെച്ചിരിക്കുന്നു, എല്ലാവരും രാജിവെച്ചിരിക്കുന്നു, ഞാനും രാജിവെച്ചു, ഞാൻ അമ്മയിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോയവരല്ലേ. മീഡിയയുടെ മുന്നിൽ വന്നില്ലേ ഇതെല്ലാം പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എഴുന്നള്ളി വന്നിരിക്കുകയാണ്, ഞാൻ രാജിവെച്ചിട്ടില്ല, ഞാൻ ഒഫീഷ്യലി രാജി കൊടുത്തിട്ടില്ല, ഞാൻ അകത്തോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞിട്ട് ഇനി ശ്വേതാ മേനോൻ അകത്തോട്ട് പോയിട്ട് കാര്യമില്ല. ഈ ശ്വേതാ മേനോനെതിരെ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ ഉഷ ഹസീന കടിച്ചു തൂങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ സ്ത്രീകൾ സംഘടിച്ച് അമ്മയുടെ ഓഫീസിൽ എത്തും എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ശ്വേതാ മേനോൻ ഇനി തുടരാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അവിടെ വലിയ വിഷയങ്ങൾ നടക്കും എന്നുള്ളതിന്റെ സൂചന മാത്രമാണിത്. എന്താ വെച്ചാൽ അവരുടെ കൂടെ ഒരുപാട് പേരുണ്ട്. 4 സ്ത്രീകൾ വിചാരിച്ചാലും 5 സ്ത്രീകൾ വിചാരിച്ചാലും അവിടെ ഇപ്പൊ എന്ത് നടക്കുമല്ലോ. എന്തായാലും ശ്വേതാ മേനോനെ ഇനി പ്രസിഡന്റ് ആയിട്ട് ഇനി വന്നിട്ട് ഞാൻ രാജിവെച്ച് പോയി എന്ന് പറഞ്ഞ ആള് ഇനി വന്ന് അവിടെ ഭരണം നടത്താൻ സമ്മതിക്കില്ല എന്നാണ് ഒരു പറ്റം അമ്മയിൽ അംഗങ്ങളായ സ്ത്രീകൾ പറയുന്നത്. എന്തായാലും അടുത്തൊരടിക്ക് സ്കോപ്പ് തെളിയുന്നുണ്ട്. മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് പിഷാരടി പറയുന്നുണ്ട് നമ്മൾ സംസാരിച്ചത് നമ്മൾ മാത്രം വേണം അറിയാൻ, വെളിയിൽ ആരും അറിയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ശ്വേതാ മേനോൻ പറഞ്ഞുകൊണ്ട് എനിക്ക് 1 തന്തയേ ഉള്ളൂ, എനിക്ക് 2 തന്തയില്ല, അങ്ങനെ ആരും ഞാൻ പറയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് ഈ വോയിസ് എങ്ങനെ വെളിയിൽ വന്നു? ആരെ വിശ്വസിക്കും, ആരെ വിശ്വസിക്കത്തില്ല. അമ്മ സംഘടനയിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര വിശ്വാസമൊന്നുമില്ല. അപ്പൊ ഇത് എങ്ങനെ വന്നു? എന്തായാലും ഇവർ 2 പേരുടെയും മൊബൈലിൽ നിന്നല്ലാതെ വേറൊരാളുടെ മൊബൈലിൽ നിന്ന് എന്തായാലും ഇത് വെളിയിൽ വരത്തില്ലല്ലോ. അപ്പം അമ്മയിലും ഇപ്പോഴും പ്രശ്നങ്ങൾ തന്നെയാണ്, രൂക്ഷമായ പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ കണക്കിന്റെ കാര്യം അത് എങ്ങനെയെങ്കിലും ശരിയാക്കി അത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കണം എന്ന് ഈ പറഞ്ഞ ശ്വേതാ മേനോൻ ഉണ്ട്. അതുപോലെ അദാനിയുമായിട്ടുള്ള ബന്ധം, BJPയുമായിട്ടുള്ള ബന്ധം, അതുപോലെ 1500 രൂപ വെച്ചിട്ട് ഈ കൂട്ടി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ പെൻഷൻ വാങ്ങിക്കുന്നവർക്ക്, അത് ആരാണ് സ്പോൺസർ ചെയ്തത്? ഇതെല്ലാം ഒരു ചോദ്യചിഹ്നമായിട്ട് ശ്വേതാ മേനോന്റെ മുന്നിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ഏതായാലും ഇനി വരും ദിവസങ്ങളിലും ഇതിൽ നല്ല ഫൈറ്റ് കാണാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.